കുട്ടികൾക്കുള്ള കഥകളുടെ ധാരാളം പുസ്തകങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. ഇങ്ങനെ സ്വന്തം മനസ്സ് കുഴിച്ച് കഥയെടുത്ത് കൊടുക്കണമെന്നില്ല. വേറെ ഒന്നുമല്ല, എന്നെങ്കിലും ഒരിക്കൽ താൻ കേട്ടത് കഥകൾ മാത്രമായിരുന്നില്ലെന്ന് അവൾക്ക് തോന്നില്ലേ? അതാ, എന്നെങ്കിലും അവൾ അറിഞ്ഞില്ലേ പറ്റൂ അമ്മ. അമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. അമ്മയും അച്ഛനും ലവേഴ്സ് ആണോ? എന്തേ? എന്റെ ക്ലാസ്സിലെ ഭവിഷ് അമ്മയുടെ കൂടെ കിടക്കുക, അച്ഛൻ വേറെ മുറിയിലും. അതിന് കാരണമായിട്ട് അവൻ പറഞ്ഞത് അവര് ഡവേഴ്സ് ആവാൻ പോവാന്ന് അവൻ പറഞ്ഞത്. നിങ്ങളുടെ ഡവേഴ്സാ? ഞാൻ ക്ലാസ്സിൽ എല്ലാ കുട്ടികളോടും ചോദിച്ചു. എല്ലാവരും അച്ഛൻ്റെ അമ്മേന്റെ കൂടെ കിടക്കുക. ഞാനും ഭവിഷും മാത്രം അമ്മയുടെ കൂടെയാ. അമ്മ ഡവേഴ്സാ? മോളുടെ അമ്മേ ഡവോഴ്സ് അല്ല. പോരെ. ദേ കാപ്പി. ഇപ്പൊ എന്താ ഇതൊക്കെ എടുത്ത് നോക്കാൻ തോന്നിയത്? മറന്നു എന്ന് അഭിനയിക്കാന്നല്ലാതെ ഓർമ്മകളൊന്നും ആയില്ലല്ലോ മേ. മോനെ, ഗൗരി ഒരു പ്രായം എത്തുന്നവരെ അവൾ അമ്മയില്ലാത്ത കുട്ടിയാണെന്ന് തോന്നാതിരിക്കാനല്ലേ നമ്മൾ രാധികയുടെ ചിത്രങ്ങളൊക്കെ എടുത്ത് മാറ്റിവെച്ചത്. അതിപ്പോ കൂടുതൽ പ്രശ്നമായെന്നുള്ള തോന്നലാ എനിക്ക്. അമ്മ ശ്രദ്ധിക്കാറില്ലേ, ഗൗരിക്ക് വേദയോടുള്ളതിനേക്കാൾ അറ്റാച്ച്മെന്റാ വേദയ്ക്ക് തിരിച്ച് അവളോട്. കുറച്ചു കാലത്തേക്ക് കുഞ്ഞിനെ നോക്കാൻ വന്ന ആളായല്ല, ശരിക്കും അമ്മ തന്നെ ആയിട്ടാണ് അവളിപ്പോ ഗൗരിയോട് പെരുമാറുന്നത്. ആയിക്കോട്ടെ, അതുകൊണ്ട് നമ്മുടെ കുഞ്ഞിക്ക് സന്തോഷം കിട്ടുന്നില്ലേ? അതുപോരെ? അത് മാത്രം മതിയോ മേ? ഞാൻ അച്ഛനും വേദ അമ്മയാണെന്നാണ് അവളുടെ വിശ്വാസം. അതിന് എന്നാണ് തിരുത്തുക? ചിലപ്പോൾ ചില കാര്യങ്ങൾ തിരുത്തേണ്ടി വരില്ലായിരിക്കും അല്ലേ? എന്നുവെച്ചാ നോക്കാം, പോകെ പോകെ എല്ലാം ശരിയാവുമായിരിക്കും. CR 97/2026 ചന്ദ്രശേഖരൻ മർഡർ കേസ് പ്രതി വിക്രം സുധാകരൻ. എന്താണ് ശങ്കരനാരായണൻ സാറേ, ഇങ്ങനെ ഒരു നിർദ്ദേശം അപൂർവമാണല്ലോ. ഒരിക്കൽ റിവിഷൻ അപ്പീലും വിചാരണയും കഴിഞ്ഞ് തള്ളിയ കേസ് വീണ്ടും റീഓപ്പൺ ആവുകയാണല്ലോ. കേസിന്റെ മെറിറ്റ് ഹൈക്കോടതിക്ക് ബോധ്യമായിട്ടുണ്ടാവണം, യുവർ ഓണർ. ഷാൽ ഐ പ്രൊസീഡ്? ഓഫ് കോഴ്സ്. സർ, പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ ഒരു സാക്ഷിയെ ക്രോസ് ചെയ്യാൻ അനുവദിക്കണം. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഡിഫൻസ് കൗൺസിൽ പലതവണ ക്രോസ് വിസ്താരം നടത്തിയതാണ്. അത് അറിഞ്ഞിട്ടാണല്ലോ വക്കീലെ ഹൈക്കോടതി വീണ്ടും അപ്പീൽ അനുവദിച്ചത്. യു ക്യാരി ഓൺ. തോട്ടപ്പള്ളി ഫെർണാണ്ടസ് മകൻ ജോബി. സർ, മുമ്പൊരിക്കൽ പ്രോസിക്യൂഷൻ ഇവിടെ ജോബിയെ പറ്റി വിശേഷിപ്പിച്ചത് പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഒരു ചാരിറ്റി പ്രവർത്തകനെന്നാണ്. അതേ ചാരിറ്റിയിലൂടെ പട്ടിണിപ്പാവങ്ങളുടെ കയ്യിൽ നിന്നും 10 കോടിയോളം തട്ടിയെടുത്ത കേസിൽ ഇയാളും ഇയാളുടെ അച്ഛനും വിയൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിലാണ്.
ചന്ദ്രശേഖരൻ മർഡർ കേസിൽ കോടതി മുഖവിലക്കെടുത്ത ദൃക്സാക്ഷിയുടെ വിശ്വാസ്യതയും ഇന്റഗ്രിറ്റിയും എത്രത്തോളം ഉണ്ടെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒരു കേസിലെ സാക്ഷി മറ്റൊരു കേസിലെ പ്രതി ആയിക്കൂടുന്നില്ലല്ലോ. അത് കണക്കാക്കി സാക്ഷിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നത് ശരിയല്ല. യെസ് യെസ്, അതേ മാനദണ്ഡമാണ് ഞാനും മുന്നോട്ട് വയ്ക്കുന്നത്. ഒരാൾ മുമ്പ് ചില കേസുകളിൽ പ്രതിയായിട്ടുണ്ടെന്ന് കരുതി അയാൾ ഒരു പ്രത്യേക കുറ്റം ചെയ്തു എന്ന് വിധിക്കാൻ പറ്റില്ല. ഇതിൽ ഒബ്ജക്ഷന്റെ കാര്യമൊന്നും ഇല്ല ദർശൻ വക്കീലെ. യു പ്രൊസീഡ്. താങ്ക് യു സർ. വിക്രം വെടിവെക്കുന്നത് ജോബി കണ്ടു എന്നല്ലേ പറഞ്ഞത്? അത് ഞാൻ കണ്ടതാണ്. ആ രംഗം ഒന്ന് വിശദീകരിക്കാവോ? അധികം കാലമൊന്നും ആയില്ലല്ലോ. അത് അടിപിടിക്കിടയിൽ വിക്രം തോക്കെടുത്ത് വെടിവെക്കുമായിരുന്നു. ഓ, അങ്ങനെയാണോ? അതെ. എങ്ങനെയാണ് വിക്രവും വേദ അവിടേക്ക് എത്തിയതെന്ന് ഒന്ന് വിശദീകരിക്കാവോ? അത് വണ്ടിയിൽ വരികയായിരുന്നു. അതായത് പിടിച്ചു കെട്ടിക്കൊണ്ടുവരികയായിരുന്നോ അതോ? അങ്ങനെ ബലം പ്രയോഗിച്ച് കൊണ്ടുവന്നതല്ല, കാര്യങ്ങൾ സംസാരിക്കാൻ കൊണ്ടുവന്നതാണ്. ആര്? മരിച്ച ചന്ദ്രശേഖരൻ സാറും ശ്രീകാന്ത് സാറും. അവരോടൊപ്പം ജോബിയും അല്ലേ? അതെ. വേറെ ഗുണ്ടകളുണ്ടായിരുന്നോ? ഡ്രൈവറും ഒരു സഹായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാർ. സംസാരിക്കാൻ എന്തിനാണ് അങ്ങനൊരു വിജനമായ സ്ഥലം തിരഞ്ഞെടുത്തത്? അതിലൊരു അസ്വാഭാവികതയില്ലേ? യുവർ ഓണർ, വർഷങ്ങൾക്ക് മുമ്പ് ഇതേ കോടതിയിൽ സേതു എന്നൊരാൾ കൊടുത്ത മൊഴി പ്രകാരം കണ്ണീർമലയിലേക്ക് പോയ വിക്രത്തെയും വേദയും അന്വേഷിച്ചു പോകവേ വഴിയിൽ വെച്ച് അവരെ ആക്രമിക്കുന്നത് കണ്ടുവെന്നാണ്. ആ മൊഴി കോടതി രേഖകളിലുണ്ട്. പക്ഷെ ജോബി പറയുന്നത് അങ്ങനെ ഒന്നും നടന്നിട്ടേയില്ലെന്നാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. അവർ തമ്മിൽ അടി നടന്നു എന്ന് തന്നെയാണ് ജോബിയുടെ മൊഴിയിലുള്ളത്. പ്രതിഭാഗം വക്കീല് വെറുതെ സാക്ഷിയെ വളച്ചൊടിക്കുകയാണ്. ഞാൻ ചോദ്യം കൃത്യമാക്കാം. വിക്രത്തെയും വേദയെയും അനിയൻകുട്ടനെയും മരത്തിൽ കെട്ടിയിട്ട് തല്ലുന്നത് ജോബി കണ്ടിട്ടുണ്ടോ ഇല്ലയോ? വിക്രത്തിന്റെ മൊഴിയിൽ അവരെ ക്രൂരമായി മർദ്ദിക്കുകയും സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിടാൻ നിർബന്ധിക്കുകയും ചെയ്തുവെന്നാണ്. എനിക്ക് ഓർമ്മയില്ല. വിക്രം തോക്കെടുത്തത് എവിടെ നിന്നായിരുന്നു? അത് പോക്കറ്റിൽ നിന്നായിരുന്നു. ഉറപ്പാണോ? അടിക്കടയിൽ വിക്രം തോക്കെടുത്ത് വെടിവെക്കുമായിരുന്നു. ആദ്യം വെടിവെച്ചത് ആ ചെറുക്കന് കൊണ്ടു. അപ്പൊ തന്നെ ചന്ദ്രശേഖരൻ സാറും ശ്രീകാന്ത് സാറും ഓടി. വിക്രം പുറകെ ചെന്നവരെ വെടിവെച്ചു. അത് ഞാൻ കണ്ടതാണ്. അപ്പോ ജോബി എവിടെയായിരുന്നു? സാറ്, ഞാൻ സത്യത്തിൽ പേടിച്ച് ഒരു മരത്തിന് പിന്നിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. യുവർ ഓണർ, ജോബി ഇപ്പൊ പറഞ്ഞതിൽ ഇത് മാത്രമാണ് സത്യം. ജോബി മരത്തിന് പുറകിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ആ മരത്തിന് മുകളിൽ മറ്റൊരു കണ്ണുണ്ടായിരുന്നത് അപ്പ ജോബി ശ്രദ്ധിച്ചില്ല. യുവർ ഓണർ, ഭവന തട്ടിപ്പ് കേസിൽ ജോബിയുടെ വീടും ഓഫീസുമെല്ലാം പോലീസ് റെയ്ഡ് ചെയ്തു. കൊണ്ടുപോയ വസ്തുക്കളുടെ കൂട്ടത്തിൽ മറ്റൊന്നുകൂടി ഉണ്ടായിരുന്നു. ജോബി അലക്ഷ്യമായി സൂക്ഷിച്ചിരുന്ന ഒരു സർവേലൻസ് ക്യാമറ. അത് ജോബിയുടെ ക്യാമറ ആയിരുന്നില്ല. 5 വർഷങ്ങൾക്ക് മുമ്പ് കണ്ണീർമലയുടെ പരിസരത്ത് വെച്ച് വനം വകുപ്പിന് നഷ്ടപ്പെട്ട ക്യാമറ. എല്ലാം കഴിഞ്ഞ് വിക്രത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു ക്യാമറയിൽ തങ്ങളെല്ലാവരും കുടുങ്ങിയിട്ടുള്ള കാര്യം ശ്രീകാന്തും സംഘവും അറിഞ്ഞത്. അത് സെൻട്രൽ കണക്ടിവിറ്റി ഇല്ലാത്ത റെക്കോർഡ് ചെയ്യുന്ന വിഷ്വൽസ് 1 മാസത്തോളം അതിനുള്ളിലെ ചിപ്പിൽ സൂക്ഷിക്കാൻ കഴിയുന്ന തരം ക്യാമറയായിരുന്നു. അത് അവിടെ നിന്ന് അവർ ഇളക്കി മാറ്റി. പക്ഷേ അത് നശിപ്പിച്ചു കളയാതെ ജോബി വീട്ടിൽ തന്നെ സൂക്ഷിച്ചു. എന്നെങ്കിലും ഒരിക്കൽ ഈ വിഷ്വൽ ശ്രീകാന്തിനെതിരെ ഉപയോഗിക്കാമെന്ന് ഇയാൾ വിചാരിച്ചു കാണണം. ജോബി ഒരു ഹാബിച്വൽ ക്രിമിനലാണ്. ഇടുക്കിയിൽ വെച്ച് തോട്ടം തൊഴിലാളികളുടെ കൂലി തട്ടിച്ചതിന് കമ്പനി ഇയാളെ പുറത്താക്കിയതാണ്. അത് കണ്ടെത്തിയത് വേദയാണ് എന്നുള്ളതാണ് ഇയാൾക്ക് വേദയോടും വിക്രത്തോടുമുള്ള ശത്രുത. അതുകൊണ്ടാണ് ഇയാൾ ശ്രീകാന്തിനോടും ചന്ദ്രശേഖരനോടും ഒപ്പം ചേർന്നത്. 10 കോടിയോളം വരുന്ന മറ്റൊരു തട്ടിപ്പ് കേസിൽ റിമാൻഡിൽ കഴിയുന്ന ഇയാളുടെ മൊഴി ബഹുമാനപ്പെട്ട കോടതി തള്ളിക്കളയണം. വനം വകുപ്പിന്റെ ക്യാമറ
ഞാൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിലെ റഷസിൽ ഡേറ്റ് സഹിതം വീഡിയോസ് കോടതിക്ക് കാണാവുന്നതാണ്. ചന്ദ്രശേഖരൻ തോക്ക് അരയിൽ നിന്ന് എടുക്കുന്നതും അടിയിൽ അത് തെറിച്ചു പോകുന്നതും വീണ്ടും ആ തോക്കെടുത്ത് വെടിവെക്കുന്നതും അതിൽ കാണാൻ സാധിക്കും. ശ്രീകാന്തും വിക്രമും തമ്മിലുള്ള സംഘർഷത്തിനിടയിൽ തോക്കിൽ നിന്ന് ഉതിർന്ന വെടികൊണ്ട് ചന്ദ്രശേഖരൻ നിലം പതിക്കുന്നതും അതിൽ വ്യക്തമാണ്. ഇവരിൽ നിന്നേറ്റ കൊടിയ പീഡനങ്ങൾക്ക് ശേഷം സ്വയരക്ഷയ്ക്ക് ശ്രമിക്കുന്നതിനിടയിൽ എതിരാളിയുടെ കൂടി സമ്മർദ്ദം കൊണ്ട് പൊട്ടിപ്പുറത്തു പോയ വെടിയുണ്ട കൊണ്ട് മരിച്ചതിന് ഒരാളെ ഈ രീതിയിൽ ശിക്ഷിക്കുന്നത് ശരിയല്ല, യുവർ ഓണർ. ഒബ്ജക്ഷൻ, യുവർ ഓണർ. ഒബ്ജക്ഷൻ ഓവർ റൂൾഡ്. യുവർ ഓണർ, അടുത്തത് തോക്ക് ആരുടേതായിരുന്നു എന്ന ചോദ്യമാണ്. ഇവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരുന്ന, ശ്രീനിവാസന്റെ അടുക്കളയിൽ വരെ കയറി ചെല്ലാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന കൊടും ചതിയനായ പുളിക്കന്. പക്ഷേ നിർഭാഗ്യവശാൽ അയാൾ ജീവിച്ചിരിപ്പില്ല. പക്ഷേ കഴിഞ്ഞ വർഷം ലൈസൻസ് പുതുക്കാൻ ശ്രമിക്കവേ ഇത് തിരിച്ചറിഞ്ഞ ശ്രീനിവാസൻ ഒരു പരാതി പോലീസിന് നൽകിയിട്ടുണ്ട്. അതിന്റെ കോപ്പി കൂടി ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. പുളിക്കന്റെയും വരുണിന്റെയും കൊലപാതകം കൂടി ഒരു പ്രത്യേക സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ കോടതി ഉത്തരവിടണമെന്നും വിക്രത്തെ എത്രയും വേഗം മോചിപ്പിക്കാൻ ഉത്തരവുണ്ടാകണമെന്നും അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ, യുവർ ഓണർ. ഇത്തവണ വിധി നമുക്ക് അനുകൂലമായിരിക്കും, ഉറപ്പ്. വാ സാർ. ആ, ഇപ്പോഴേ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നില്ലടോ. ജീപ്പ് വരെ ഞാനും ഉണ്ട്. വിക്രം, ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണാൻ വരുന്നില്ലെന്നേ ഉള്ളൂ. നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ അറിയുന്നുണ്ട്. ഞാൻ ആരെയും കാണാൻ വരാൻ സമ്മതിക്കാറില്ല. അച്ഛനോട് പോലും വരണ്ടെന്നാ പറയാറ്. ഇനിയിപ്പോ ഒരു പ്രതീക്ഷയുണ്ട്. എനിക്ക് ഒരു കാര്യം കൂടി അറിയണമെന്നുണ്ട്. അച്ഛൻ അന്വേഷിക്കാതിരിക്കില്ല എന്ന് എനിക്കറിയാം. എങ്കിലും എൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി ഞാൻ ചോദിക്കുക, വേദ എവിടെയുണ്ട്? ജയിൽവാസം തുടങ്ങിയ കാലത്ത് ഞാൻ പുറത്തിറങ്ങുന്നത് വരെ അവൾ എവിടെയെങ്കിലും സുരക്ഷിതമായി ഇരിക്കണമെന്ന് മാത്രമാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നാളുകൾ കഴിയും തോറും ഒരു തവണയെങ്കിലും അവൾ എന്താ എന്നെ കാണാൻ വരാതിരുന്നത് എന്ന തോന്നലായിരുന്നു എനിക്ക്. ചിലപ്പോൾ എനിക്ക് തോന്നും അവൾ വരാത്തത് നന്നായെന്ന്. എത്ര രഹസ്യമായി വന്നു പോയാലും അത് പുറത്തറിയും. അവളുടെ ജീവനെ തന്നെ അത് ബാധിക്കും. ചിലപ്പോൾ തോന്നും അവൾ ഇതെല്ലാം വിട്ട് മറ്റൊരു ജീവിതം ജീവിക്കായിരിക്കുമെന്ന്. അച്ഛനെന്ത് തോന്നുന്നു? ഞാൻ പുറത്തിറങ്ങുമ്പോൾ എന്നെ കാത്തു നിൽക്കാൻ വേദയും കൂടി ഉണ്ടാവുമോ? ഒരിക്കൽ റീഅപ്പിയർ ചെയ്ത് പരാജയപ്പെട്ടപ്പോൾ നീ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. മനസ്സുകൊണ്ടൊരു ജീവപര്യന്തം അനുഭവിക്കാൻ തയ്യാറെടുത്തുവെന്ന്. എന്നിട്ടത് സംഭവിച്ചോ? ഇല്ലല്ലോ. എത്രയൊക്കെ ഒളിപ്പിക്കാൻ ശ്രമിച്ചിട്ടും സത്യം നമുക്ക് വേണ്ടി പുറത്തു വന്നില്ലേ? വേദയുടെ കാര്യത്തിലും അത് അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. വാ പോകാം. ചെല്ല്, ഇവരെ ബുദ്ധിമുട്ടിക്കണ്ട. അപ്പോ അച്ഛൻ വേദയെ കണ്ടിരുന്നു അല്ലേ? വാ പോവാം. ഞാൻ ഇറങ്ങാൻ പോകുന്ന കാര്യം അച്ഛൻ അവളെ അറിയിക്കാൻ പറ്റൂ? ശരിയെന്നാ. ഹലോ. ഈ ഒരു ക്യാമറ എടുത്തോണ്ട് വന്നിട്ട് ഞങ്ങളെയൊക്കെ അങ്ങ് അകത്താക്കാമെന്നാണോ വിചാരം? ഞാൻ ശ്രമിക്കുന്നത് ഒരാളെ പുറത്തു കൊണ്ടുവരാനാ. ഓ, അതിനുശേഷം കോടതി ആ കേസിൽ വീണ്ടും അന്വേഷണം പ്രഖ്യാപിച്ചാൽ ആരൊക്കെ അകത്തു പോകുമെന്ന് എനിക്കറിയില്ല. അതപ്പോ കാണാം. അപ്പൊ മരുമകനെ പുറത്തിറക്കി മകളെ കണ്ടെത്തി ഒരുമിപ്പിക്കാനായിരിക്കും നീക്കം അല്ലേ?
എന്നായാലും ഒന്നിക്കേണ്ടവർ ഒന്നിച്ചല്ലേ പറ്റൂ. ഇനി അത് നിങ്ങളുടെ സ്വപ്നം കാണണ്ട. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കാൻ പോകുന്നില്ല. ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ട വിക്രമിന്റെ കാര്യം കണ്ടില്ലേ? ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അയാൾ പുറത്തു വരുമെന്ന് ഉറപ്പായില്ലേ? എല്ലാ കാര്യവും അത്രയേ ഉള്ളൂ ശ്രീകാന്തേ. നടക്കേണ്ടത് നടക്കും. അത് ഉദയമാണെങ്കിലും അസ്തമയമാണെങ്കിലും. അപ്പോ കാര്യങ്ങളൊക്കെ നിങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കളിക്കായിരുന്നു അല്ലേ? അപ്പോ എനിക്ക് വിധിച്ചിട്ടുള്ളത് ബില്ലിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം ഒരു ഇന്ററിംഗ് പീരീഡ് മാത്രം. അതിനുള്ളിൽ അവനെയും പുറത്തിറക്കി മകളെയും കൂട്ടിമുട്ടിച്ച് അവർക്കൊരു കുഞ്ഞുകൂടി പിറന്നാൽ എല്ലാം ഞാൻ അവസാനിപ്പിച്ച് വിട്ടൊഴിയണം. പെർഫെക്റ്റ് പ്ലാൻ. കുറച്ചു കാലത്തേക്ക് നിന്റെ ശല്യം ഒഴിവാക്കി നിർത്താൻ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. കൈവശം വന്നതൊക്കെ ഞാൻ വിട്ടുകളയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നീ വിട്ടുകളയണമെന്ന് ആര് പറഞ്ഞു ശ്രീകാന്ത്? അത് അവകാശപ്പെട്ടവർ വന്ന് ഏറ്റെടുത്തോളും. അതിനിവിടെ നിയമത്തിൻ്റെതായ വഴികളുണ്ട്. ഓഹോ, അപ്പോ ഇവള് തിരിച്ചെത്തുമെന്നും ജീവിതം തുടങ്ങുമെന്നെല്ലാം നിങ്ങൾ മുൻകൂട്ടി ഉറപ്പിച്ചിട്ടാ ഇതിനിറങ്ങിയതല്ലേ? ഈ ചിരി നിങ്ങളുടെ മുഖത്ത് കുറെ കാലം ഉണ്ടായിരുന്നില്ല. ഇനിയും കുറെ കാലത്തേക്ക് ഇത് മാച്ചു കളയാൻ എനിക്ക് വലിയ പാടൊന്നുമില്ല. അതിനെനിക്ക് നിയമത്തിന്റെ വഴിയുടെ ആവശ്യമില്ല. മകളെ തിരിച്ചെത്തിച്ച് പേരക്കുട്ടിക്ക് അവകാശം നേടിക്കൊടുക്കാനുള്ള കളിയാണ് താൻ കളിക്കുന്നതെങ്കിൽ അച്ഛനാണെന്നുള്ളത് ഞാനങ്ങ് മറക്കും. മകന്റെ സ്ഥാനത്ത് നിന്ന് നിന്നെ എത്രയോ കാലം മുമ്പ് ഞാൻ പടിയിറക്കി വിട്ടുകഴിഞ്ഞു. എനിക്കിനി അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അത് അല്പം മുമ്പ് ജീപ്പിൽ കയറിപ്പോയവനാ. അവൻ വിക്രം. പിന്നെ നീ പറഞ്ഞ പ്ലാൻ ശരിയാണ്. എനിക്കും അങ്ങനെ ഒരു പ്ലാനുണ്ട്. എൻ്റെ മകളുടെയും വിക്രമിൻ്റെയും കൂടെ അവരുടെ കുഞ്ഞിൻ്റെ മുത്തശ്ശനായി കുറച്ചു കാലം ജീവിക്കണം. ഇത്രയും കാലം അവരനുഭവിച്ച സകല ദുരിതങ്ങൾക്കും വേദനകൾക്കും അന്ത്യമുണ്ടാവണം. സന്തോഷത്തോടെ ജീവിക്കുന്ന ആ കാലത്ത് എൻ്റെ പേരക്കുട്ടിക്ക് എനിക്കൊരു കഥ പറഞ്ഞു കൊടുക്കണം. എപ്പോഴോ ഒരിക്കൽ അവൾ ഈ ഭൂമിയിൽ പിറക്കുമെന്ന് പേടിച്ച് അവളുടെ അച്ഛനെ അമ്മയെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ച് പരാജയപ്പെട്ട, എല്ലാം നശിച്ച് തോറ്റമ്പിപ്പോയ, ചെയ്ത തെറ്റുകൾക്ക് മുഴുവൻ എണ്ണി എണ്ണി കണക്ക് പറയേണ്ടി വന്ന അവളുടെ അമ്മാവന്റെ കഥ. പുതിയ കാലത്തെ കംസന്റെ കഥ. അന്നവൾക്ക് നിന്നെ നേരിൽ കാണണമെന്ന് തോന്നിയാൽ അപ്പ വരാം. നീ അടക്കമുള്ളവർ ചേർന്ന് വിക്രത്തെ അടച്ചിട്ട അതേ ജയിലിലേക്ക്. സാറേ, ഞാൻ മുമ്പേ പറഞ്ഞതില്ലേ സാബു, ഇത് ശരിക്കും അയാളുടെ പ്ലാനാ. ഇന്നത് അയാൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അവന്റെ അവളുടെയും കൂടെ അവരുടെ കുഞ്ഞിന്റെ മുത്തശ്ശനായി ജീവിക്കണമെന്ന്. അതിനർത്ഥം അവളും കുഞ്ഞും ജീവിച്ചിരിപ്പണമെന്നല്ലേ? സാറേ, നാളുകൾക്ക് ശേഷം ജയിക്കാനൊരു അവസരം കിട്ടിയ മനുഷ്യൻ അത് ആഘോഷിക്കുന്നു എന്ന് കരുതിയാൽ മതി. അതല്ലാതെ ഇതിനു പിന്നിലൊന്നും യാതൊരു പ്ലാനും കാണില്ല. ഇപ്പൊ തന്നെ ആ സർവൈലൻസ് ക്യാമറ കിട്ടിയതുകൊണ്ട് മാത്രമല്ലേ ഈ കേസ് വീണ്ടും വിചാരണക്കെടുത്തത്. ക്യാമറയുടെ കാര്യത്തിലും തോക്കിന്റെ കാര്യത്തിലും മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെന്ന് ഇന്ന് കോടതിക്ക് ബോധ്യമായിട്ടുണ്ട്. ഉറപ്പായും വിധി അവൻ അനുകൂലമായിരിക്കും. ആവട്ടെ, അവൻ പുറത്തിറങ്ങിയാലും നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഇല്ലേ? അവൻ പുറത്തിറങ്ങിയാൽ ഉടനെ ഇത്രയും കാലം അജ്ഞാതവാസത്തിലായിരുന്ന വേദ ഉടനെ പ്രത്യക്ഷപ്പെടുമെന്ന് സാർ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു കുഞ്ഞുമായി വേദ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛൻ ഇത്രയും കാലം വേദയെയും കുഞ്ഞിനെയും ഒറ്റയ്ക്ക് ജീവിക്കാൻ അനുവദിക്കൂ? എന്നെങ്കിലും അവൻ പുറത്തിറങ്ങുമ്പോൾ മാത്രം നീ അവന്റെ മുന്നിൽ വന്നാൽ മതിയെന്നും പറഞ്ഞ് മാറ്റി നിർത്തൂ. സാറേ, ടെൻഷൻ കൊണ്ട് മണ്ടത്തരം ആലോചിക്കല്ലേ. സാറിനി ആലോചിക്കേണ്ടത് അവന്റെ കാര്യമാണ്. അത് ഞാൻ ആലോചിച്ച് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് സാബു. നല്ല വെടിപ്പായിട്ട് തന്നെ ഞാനത് ചെയ്യും. സാറേ, നേരിട്ട് മുട്ടാൻ പോയിട്ട് അബദ്ധം കാണിക്കരുത്. എന്താടാ, എനിക്കത് പറ്റില്ലെന്നാണോ? അതല്ല സാറേ, നമ്മളായിട്ട് അവനെ ഒന്നും ചെയ്യാനല്ല ശ്രമിക്കേണ്ടത്.
അവനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാൻ നോക്കണം. ആരെ തൊട്ടാലാണോ അവന് വേദനിക്കുക, നമ്മൾ അവരെ തൊടണം. നമ്മളായിട്ട് നേരിട്ടല്ല. അവൻ ഒരിക്കലും തിരിച്ചറിയാത്ത ആളുകളെ കൊണ്ട് ചെയ്യിക്കണം. അവൻ പ്രതികരിക്കും, വഴക്കുണ്ടാക്കും, അത് കേസാവും. അവനെതിരെയുള്ള കേസ് പോലീസ് സ്റ്റേഷനിൽ വന്നാൽ ബാക്കി നമുക്ക് നോക്കാം സാറേ. അവനെ നമുക്കൊരു സ്ഥിരം ക്രിമിനലായി ലൈവ് ആക്കി നിർത്തണം. ഒടുവിൽ ഏതോ ഒരുത്തന്റെ പിച്ചാത്തി തുമ്പിൽ എങ്ങനെയോ തീർന്നു പോകുന്ന ഒരു പാവം ക്രിമിനൽ. നീ കൊള്ളാലോടെ സാവു.